നമ്മളിന്ന് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഒരു റൗണ്ട് കഴുകിയാലൊക്കെ കഴിഞ്ഞിട്ട് ചിക്കനെ ഒന്നും കൂടി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ വിനാഗിരി ഇട്ട് വെച്ചാൽ ചിക്കന് കൂടുതൽ ബലമുണ്ടാകും, അതായത് ഇളക്കുമ്പോൾ അങ്ങ് പൊട്ടിപ്പോവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യം കഴുകുന്നുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകി കഴിഞ്ഞ ശേഷം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെയാണ് കേട്ടോ ചേർക്കുന്നത്. നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം എണ്ണയിൽ വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, പെട്ടെന്ന് ഉള്ളി വാടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അതവിടെ വെന്ത് വരട്ടെ. നമുക്ക് ആ ഒരു ടൈമിൽ പൊടികളെല്ലാം വറുക്കാം. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം കൂടെ നല്ലപോലെ മൂപ്പിക്കുക. ആ ഒരു പച്ചമണം മാറുന്നവരെ മൂപ്പിക്കാം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സവോളയും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു വലിയ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇടുക. അതൊന്ന് ഈ എണ്ണയിൽ തന്നെ വെന്ത് വരണേ. നമ്മളിപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇതിപ്പോൾ കണ്ടോ, ഏകദേശം ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് പൊടികളെല്ലാം ഇടാം. അത് കഴിഞ്ഞിട്ട് ഉള്ളി വഴറ്റിയതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് തിളക്കട്ടെ. അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അതുകൊണ്ട് നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നേ ഇല്ല കേട്ടോ. ഒരു ഗ്രേവി ടൈപ്പാണ് നമ്മുടെ കറി. അപ്പോൾ അതവിടെ തിളക്കട്ടെ. ഇനി നമുക്ക് തേങ്ങ വറുത്തരക്കാം. അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും കൂടിയാണ് വറക്കുന്നത്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ അരക്കുന്നത്. ഇനി നമുക്ക് ആ അരച്ച് വെച്ചത് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്.